ഭൂമിയിൽ ഞാൻ വന്ന നാൾ തൊട്ട് ഉപ്പാൻ്റെ പൊന്നാര പൂമോനായി ഞാൻ വളർന്നു. ഓലക്കുടിൽ മാത്രമാണേലും ഉപ്പാൻ്റെ കൽബിൻ്റെ കൊട്ടാരം തുറന്നു തന്നു. ഞാനെന്തിനേലും പതികരഞ്ഞാൽ അന്നേ ഉപ്പാൻ്റെ കണ്ണിറയും. ഉമ്മാൻ്റെ ചാരേ ഞാൻ വന്നിരുന്നാൽ ഉമ്മയും ഉപ്പാൻ്റെ കിസ പറയും. മണ്ണിലല്ലേ ഇനിയാരറിയും എൻ്റെ ഉപ്പ മണ്ണലിഞ്ഞാലും വാഴും. ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ പാട്ടിൻ്റെ രണ്ടാമത്തെ പോർഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ വരികൾ ഇട്ടിട്ട് അവസാനം നമ്മളിതിൻ്റെ ഫുള്ള് ഇറക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ടിൻ്റെ വരികളൊക്കെ നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ഇന്നലെ തന്നെ നല്ല അഭിപ്രായമായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷനാണ് കേട്ടോ ഞാനിപ്പോൾ പാടിയത്. ഇതിനേക്കാൾ വലിയൊരു പോർഷൻ അപ്പുറത്ത് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനലി നമ്മൾ പാടിയത് ഞാൻ എന്തായാലും കേൾപ്പിച്ച് തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരുമില്ല. പക്ഷെ ഞാൻ സിനുവിൻ്റെ വീട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന കോലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഓക്കെ, എനിക്കാണെങ്കിൽ കുട്ടിയെ കാണാനായിട്ട് ഇങ്ങനെ ഇടങ്ങേറായിട്ട് നിൽക്കണം മക്കളെ. 3-4 ദിവസമായില്ല ഇപ്പോൾ കുട്ടിയെ കണ്ടിട്ട് തന്നെ. എന്താണ് സൂക്കടായിട്ട് നമ്മളവിടെ കൊണ്ടാക്കിയത്. ഓളിയും കാണണം, കുട്ടിയും കാണണം. അതുപോലെ എന്താ പാട് നോക്കൊന്ന് നോക്കണം. ഇതിൻ്റെയൊക്കെ ഒന്ന് റിക്കവറായി. ഓക്കെ, പിന്നെ അതിന് മുന്നേ ഇന്നിവിടെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. നമ്മുടെ വീട്ടിലെ ശല്യക്കാരനെ പുറത്താക്കുകയാണ്. ഓക്കെ, അതായത് ശല്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും ഇതേനും വഴി നടക്കാൻ അയക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലെ ചേവലിനെ പൂവൻകോഴി ഞാൻ ഇവിടുന്ന് ഓടിക്കുകയാണ്. അതിന് ഉമ്മാക്കത് വിൽക്കണം എന്ന് പറഞ്ഞ് വിറ്റിട്ട് ആ പൈസ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ അത് കൊടുത്തിട്ട് നമുക്ക് 2 പെട്ടക്കോഴികളെ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ കുറേ കോഴികളൊന്നും വേണ്ട, അപ്പോൾ ഓൾറെഡി ഇവിടെ 3 ഉണ്ട്. ആ 2 പെട്ട മതി, അതിൻ്റെ പൈസ കൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ ഇതാ പെട്ട അതിൻ്റെ അല്ല ചേവല അതിൻ്റെ ഉള്ളിലുണ്ട്. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഇവിടെ 2 ദിവസം മുന്നേ ഇവിടെ നമ്മൾ അയലക്കത്തെ ഒരാൾ മരിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് പോലും അവർക്കിങ്ങനെ കുളത്തിലോട്ട് ഇങ്ങനെ പോകും. അവരൊക്കെ പിന്നാലെ ഓടിയിട്ട് ഒരു ശല്യം. ഇപ്പോൾ ഇതിനെ വരുന്നവരൊക്കെ അരിവാ കത്തിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മുടെ അയലക്കത്തെ താത്താർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല് എന്താണ് ഇതിനെ നടക്കുമ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കോഴിനെ വിടണില്ല, സൗഫിനെ കൊത്തണ, എല്ലാവരും കൊത്തണം, പക്ഷെ ആണുങ്ങളെ അങ്ങോട്ട് കൊത്തണില്ല. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ വിടാതെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിന്നല്ലേ, അതിനുശേഷം ഈ കോഴിക്ക് ഭയങ്കര ഈറയാണ്, എല്ലാവരോടും ഈറയാണ്. അതായത് ഇതിനെ ഒരാൾക്ക് നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, ആരെ കണ്ടാലും പറന്ന് കൊത്തുക, പെരയുടെ ഉള്ളിലടക്കം വന്ന് കൊത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നമ്മുടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട വെച്ചിട്ട് ഞാനിതിനെ കൊണ്ടുപോയി കൊടുക്കണം. കുറച്ച് ദിവസമായി എന്നോട് പറഞ്ഞേക്കണം, എനിക്കൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്തായാലും അതിനെ കൊടുത്തിട്ട് പോവാച്ചിട്ടാണ് നമ്മൾ കോഴീനെ പിടിക്കാം അല്ലേ. അപ്പോൾ കോഴീനെ പിടിക്കുന്ന ആൾ ശരിക്കും ഉമ്മയാണ്. പക്ഷെ എന്തായാലും ഉമ്മ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കോഴീനെ പിടിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കോഴി കൊത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പണ്ട് മുതലേ കോഴി തിന്നാൻ മാത്രമേ വയ്ക്കുള്ളൂ, കോഴിനെ പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. സാധാരണ എല്ലാ വീട്ടിലും നായ്ക്കളാണ് നായ്ക്കളെയാണ് എല്ലാവരും പേടിക്കുക. പക്ഷെ എൻ്റെ വീട്ടിൽ കോഴീനെയാണ് എല്ലാവരും പേടിക്കുന്നത്. ഇത് കേമനാടാ, കേമൻ. അതോ തല കൊത്തുവോ, കണ്ണു പോവോ? എന്നെ കൊണ്ടേ വിൽക്കാനാണ്. ഇത് വാ. കള്ളക്കോഴിയെ പരാജയപ്പെട്ടു ഗൈസ്. കൊത്തി, നല്ല കൊത്തു. നിങ്ങളാ കൊത്ത് കണ്ടിട്ടുണ്ടാവും. ഇതിൽ വലിയ പണികൾ കടന്നവനാണ് KK ജോസഫ്. എൻ്റെ കയ്യിന് നല്ലൊരു കൊത്ത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇതുകൂടെ വെച്ച് ഉപേക്ഷിച്ചു. ഇതാണ് മക്കളെ കോഴി. കോഴി എന്ന് പറഞ്ഞാൽ കോഴിയാണ്
എൻ്റെ കജ്ജൊക്കെ കൊത്തി നാസാക്കിയ കോഴി ഇതാ കൊണ്ടോട്ടെ. ഞാൻ ഇപ്പം എന്തായാലും നമ്മളിപ്പനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ദ്രോഹിക്കണമൊന്നുമില്ല. എന്താ അറിയോ, ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ അവൻ്റെ വീര്യം. നമ്മളെ പട്ടിയോടും കുട്ടിയോടും കളിക്കരുതെന്നല്ല നിൽക്കുന്നത്, അതേമാതിരി കോഴിയോട് കളിക്കാൻ പറ്റില്ല. ഒക്കെ മനസ്സിലായി. ഇനി എന്തായാലും നമ്മുടെ ഈ ഇടവഴി കൂടെ നടക്കുന്ന ആളുകൾക്ക് ധൈര്യത്തിൽ നടക്കുക. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പിരാകൽ തുടങ്ങിയിരിക്കുന്നു മക്കളെ. അപ്പോൾ എന്തായാലും ഞാനിവനെ കൊടുത്തിട്ട് ഇതിന് ചിലപ്പോൾ പൈസ ഒന്നും വാങ്ങൂല, ഇതിൻ്റെ പകരം 2 പെട്ടക്കോഴികളെ വാങ്ങി വരും. ഓക്കെ, കാരണം ഇതിനുള്ള ആളുകൾക്ക് വഴി നടക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. അതായത് ഇവിടെ തന്നെ മുട്ട വിരിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടായ പൂവനാണ്. ഒന്നിൽ പൂവനെ നമുക്ക് കൊടുക്കാം. നാടൻ നല്ല സാധനമാണ് ഇതൊക്കെ. എത്ര ഉണ്ട്? 1950. എന്തായാലും നമ്മളെ കോഴിനെ കൊടുത്തു. ഇതില് ഓക്കെ. അപ്പം എന്തായാലും നമ്മള് ചേവലിനെ അവിടെ കൊടുത്തിട്ട് നമ്മളൊരു പെട്ടെന്ന് ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിനോ നല്ല. അങ്ങനെ മക്കളെ ഞാൻ ആ കോഴിനൊക്കെ കൊടുത്ത് ഞാൻ നേരെ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അടുത്ത സ്റ്റുഡിയോയിൽ നമുക്കിനി കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ട് പാടാനൊക്കെ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ സോങ്ങും കാര്യങ്ങളൊക്കെ പാടി കഴിഞ്ഞിട്ട് നേരെ സിനുവിൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉപ്പാൻ്റെ കൂടെ എല്ലാ ദിവസവും നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ബിലാലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ബിലാലിനെ കൂട്ടിയിട്ട് പോകണം. അപ്പോൾ ബിലാലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതായത് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ബിലാലാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ബിലാലിനും ബിലാലിൻ്റെ വീടും ബിലാലിൻ്റെ മക്കളെയൊക്കെ ഞാൻ കാണിച്ചത്. ബിലാൽ എൻ്റെ ഇരട്ട കുട്ടികളാണ് കേട്ടോ. അങ്ങനെ കായ്സ് ഇങ്ങനെ ബിലാലിന് പനിയാണ് അല്ലേ? ഇതാണ് ബിലാലിൻ്റെ വീട്. ഇതാണ് പണ്ടത്തെ ജന്മിമാരാണ്, ഇപ്പോഴത്തെ ജന്മിമാരാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബിലാലിൻ്റെ ഉപ്പ. നിങ്ങളുടെ പേരെന്തുവാ? വീര. ബിലാലിൻ്റെ ഉപ്പയാണ്. ഇതാണ് ബിലാലിൻ്റെ 2 ചുട്ടടകൾ. ബിലാലെ ഇതാണ് ഇവൻ്റെ പേര് ഐസിൻ അല്ലേ? അപ്പോൾ 2 ഇരട്ടമക്കളാണ്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞടാ, 1.25 നടുക്കൽ തുടങ്ങി. അപ്പോൾ 2 കുട്ടികളുള്ള എക്സ്പീരിയൻസ് എന്താണ്? അതൊക്കെ പെണ്ണുങ്ങളെ കയ്യിൽ. അപ്പോൾ കുട്ടികൾക്ക് ഓനക്കൊക്കെ പനിയാണ് അല്ലേ? ഇനി ഒരു കുട്ടിയും പാടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ ഏട്ടൻ്റെ കുട്ടി. ഏട്ടനല്ലേ? കാരണവരല്ലേ? കാരണവരെ കുട്ടിയുണ്ട്. ഇനി ബിലാലിൻ്റെ പെണ്ണുങ്ങളുണ്ട്. ഇപ്പം ബിലാലിൻ്റെ പെണ്ണിൻ്റെ മാതിരി ബിലാലിൻ്റെ മാതിരി ഫോട്ടോ എടുക്കുന്നത് അല്ലേ? എന്നാ ഫോട്ടോ എടുക്കട്ടെ? ചിരിക്കി എങ്ങനെ ഇപ്പൊ സൈലന്റ് ആയിരുന്നല്ലോ. ഇങ്ങനെയല്ല, പനിയുടെ എഫക്റ്റാ. ഇപ്പം കുറച്ച് ഉഷാറായിക്കണേ. ചിരിച്ച അവൻ ചിരിച്ച് നമുക്ക് വിടുക. അപ്പൊ ഇതാണ് ബിലാലിന്റെ മക്കള്. ടാറ്റാട്ട് എല്ലാവർക്കും ഒരു ഫ്ലൈ കിസ് കൊടുക്ക്. ഒരവ് കൊടുക്ക്. എന്നാ പോവാ. അപ്പൊ ഗൈസ് നമുക്ക് യാത്രയാവും. പോവാ. പണിയുണ്ട്. ഇനി പണി മാറ്റിയിട്ട് വരാട്ടോ വാപ്പാര്. അങ്ങനെ മക്കളെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഇനി നമ്മളെന്തായാലും പാടാൻ വേണ്ടി കയറുകയാണ്. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത നമ്മൾ ഇനി സിനുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ബൈ.